ഇന്നത്തെ നമ്മുടെ ക്ലാസ് ക്രെഡിറ്റ് ട്രാൻസാക്ഷനെ കുറിച്ച് ഉള്ളതാണ്. വാട്ട് ഈസ് എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ? എ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഈസ് എ ട്രാൻസാക്ഷൻ where receipt or payment of cash is delayed or postponed to a future date. അതായത് ഒരു ബിസിനസ്സുകാരൻ കുറച്ച് സാധനം വാങ്ങുന്നു. ആ വാങ്ങിയ സാധനത്തിൻ്റെ പണം ഉടൻ കൊടുക്കുന്നില്ല. അത് ഫ്യൂച്ചറിലെ ഒരു ഡേറ്റിലോട്ട് മാറ്റി വയ്ക്കുന്നു. അതിനെയാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ: സോൾഡ് ഗുഡ്സ് ടു രാമു ഫോർ ₹10,000 ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ രാമുവിന് 10,000 രൂപയുടെ സാധനം കടത്തിന് വിറ്റു. അവിടെ രാമുവും വരുന്നു, വിൽപ്പനയും വരുന്നു. രാമൂസ് അക്കൗണ്ടും സെയിൽസ് അക്കൗണ്ടും, രണ്ട് അക്കൗണ്ടുകളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അതുപോലെ പർച്ചേസ്ഡ് ഓർ ബോട്ട് ഗുഡ്സ് ഫ്രം രാമൻ, രാമൻ്റെ കയ്യിൽ നിന്നും കുറച്ച് സാധനങ്ങളെ കടം വാങ്ങി. ഒരു 10,000 റുപ്പീസിൻ്റെ സാധനം കടം വാങ്ങിയെന്ന് സങ്കല്പിക്കുക. അവിടെ രണ്ട് ട്രാൻസാക്ഷൻ ഉണ്ടാകുന്നു. പർച്ചേസ് ഉണ്ടാകുന്നു. സാധനം വാങ്ങുമ്പോൾ അത് പർച്ചേസ് ആകും. ആരോടാണോ വാങ്ങുന്നത് അവിടെ ആ ഒരു വ്യക്തിയും വരുന്നു. രണ്ട് ട്രാൻസാക്ഷൻ. ഈച്ച് ആൻഡ് എവരി ട്രാൻസാക്ഷൻ ഹാസ് ഡ്യുവൽ ആസ്പെക്റ്റ്. രണ്ട് വശങ്ങളുണ്ട്. സാധനം വാങ്ങുമ്പോൾ അത് പർച്ചേസ് ആകുന്നു. സാധനം വിൽക്കുമ്പോൾ അത് സെയിൽസ് ആകുന്നു. വിൽക്കാതെ ഇരിക്കുമ്പോൾ ആ സാധനം സ്റ്റോക്ക് ആകുന്നു. അങ്ങനെ സാധനം വാങ്ങുകയും വിൽക്കുകയും സ്റ്റോക്ക് ഇരിക്കുമ്പോഴും ഓരോരോ നാമധേയത്തിൽ അത് അറിയപ്പെടുന്നു. അപ്പോൾ ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും, കടം വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യക്തിക്കായിരിക്കും, ഒരു പേഴ്സൺ ആയിരിക്കും അവിടെ മുഖ്യ പ്രാധാന്യം ഉണ്ടാകുന്നത്. ഉദാഹരണം: ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ എന്ന എക്സാമ്പിൾ റൂൾസ് എടുത്തു നോക്കിയാൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം രാമു എന്ന് പറയുമ്പോൾ രാമുവിൽ നിന്നും സാധനം വാങ്ങി. രാമു ഈസ് ദി ഗിവർ. രാമു ആണ് അവിടുത്തെ കൊടുത്ത ആൾ. ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം. ക്രെഡിറ്റ് ദി ഗിവർ എന്നാണ് പറയുന്നത്. ഗിവറെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പം ആരാണോ കൊടുക്കുന്നത് ആ വ്യക്തിയെ ക്രെഡിറ്റ് ചെയ്യണം. സോൾഡ് ഗുഡ്സ് ടു രാമു ഓൺ ക്രെഡിറ്റ് ₹15,000. 15,000 രൂപയ്ക്ക് രാമുവിന് സാധനം വിറ്റാൽ രാമുവിന് സാധനം കിട്ടുന്നു. രാമു ഈസ് ദി റിസീവർ. റിസീവറെ ക്രെഡിറ്റ് ചെയ്യണം. അവിടെ രാമുവിനെ ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ ഡെബിറ്റും ആകുന്നു ക്രെഡിറ്റും ആകുന്നു. ഡെബിറ്റ് ദി റിസീവർ, ക്രെഡിറ്റ് ദി ഗിവർ എന്നുള്ള റൂൾ അവിടെ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് വശങ്ങളുണ്ട്. ഡെബിറ്റ്, ക്രെഡിറ്റ്. ഫസ്റ്റിലെ ഡെബിറ്റ്, സെക്കൻഡിലെ ക്രെഡിറ്റ്. ഡെബിറ്റിൽ എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എമൗണ്ട് എഴുതും. ക്രെഡിറ്റ് എഴുതുമ്പോൾ റൈറ്റ് സൈഡിൽ എമൗണ്ട് എഴുതും. പർച്ചേസ് ചെയ്യുമ്പോൾ സാധനം വാങ്ങുന്നത് ആരോടാണോ സാധനം വാങ്ങുന്നത് ആ വാങ്ങുന്ന വ്യക്തിയുടെ പേര് ക്രെഡിറ്റേഴ്സിൽ വരുന്നു. അത് ക്രെഡിറ്റേഴ്സ് പറഞ്ഞാൽ കൊടുക്കാനുള്ളത് ഒരു ബാധ്യതയാണ്. ബാലൻസ് ഷീറ്റ് എഴുതുമ്പോൾ അത് നമ്മൾ ബാധ്യതയുടെ സൈഡിലായിരിക്കും എഴുതുന്നത്. അതുപോലെ സോൾഡ് ഗുഡ്സ് ടു രാമനെന്ന് പറഞ്ഞാൽ രാമന് വിറ്റു, രാമന് കിട്ടി. അവിടെ കിട്ടാനുള്ളതാണ്. അവിടുത്തെ പണം നമുക്ക് കിട്ടാനുള്ളതായതുകൊണ്ട് അതിനെ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അത് ബിസിനസ്സിന് സ്വത്താണ്. അതുകൊണ്ട് സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റായിട്ട് കണക്കാക്കുന്നു. ഒരു ടാലി നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ ഹെഡിനും ഓരോ അണ്ടറിൽ വരുന്നു, ഏതിനകത്ത് വരുന്നു എന്ന് നമ്മളെ കാണിച്ചിരിക്കണം. സെയിൽസ് ആണ്, സെയിൽസ് എന്നുള്ള അണ്ടറിൽ വരുന്നു. അതുപോലെ ഡെപ്റ്റേഴ്സ് എന്നുള്ള അണ്ടറിൽ വരുന്നു. ക്രെഡിറ്റേഴ്സ് എന്നുള്ള അണ്ടറിൽ വരുന്നു. പർച്ചേസിൻ്റെ കൂടെ ആരുടെയെങ്കിലും ഒരു ബിസിനസ്സുകാരൻ്റെ പേരുണ്ടെങ്കിൽ ആ പേര് വരുന്ന വ്യക്തി സൺട്രി ക്രെഡിറ്റേഴ്സിലും സെയിൽസിൻ്റെ കൂടെയുള്ള പേര് വരുന്ന ആ വ്യക്തിയെ സൺട്രി ഡെപ്റ്റേഴ്സിലും കാണിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് ബാധ്യതയായതുകൊണ്ട് അത് ക്രെഡിറ്റേഴ്സിൽ വരുന്നു. സ്വത്തായതുകൊണ്ട് അത് അസറ്റ് സൈഡിലും വരുന്നു. സ്വത്തെല്ലാം അസറ്റ് സൈഡിലും,
ബാധ്യതകളെല്ലാം ലയബിലിറ്റി സൈഡിലും വരുന്നു. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്തു വാങ്ങുന്നില്ല, അപ്പോൾ തന്നെ പൈസ കൊടുക്കുന്നില്ല, അതൊരു ഫ്യൂച്ചറിലെ ഡേറ്റ് വെച്ചായിരിക്കും പൈസ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോട്ട് ഇമ്മീഡിയറ്റ് റെസിപ്റ്റ് ഓർ പേയ്മെൻറ്റ് ഓഫ് മണി മാത്രമാണ് കടത്തിന് വാങ്ങുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ സെയിൽസായി, സൺട്രി ഡെപ്റ്റേഴ്സായി, പർച്ചേസായി, സൺട്രി ക്രെഡിറ്റേഴ്സായി. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി, സൺട്രി ഡെപ്റ്റേഴ്സ് അസറ്റ്. പർച്ചേസ് ചെയ്യുമ്പം ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പം പർച്ചേസാണ്, ഗുഡ്സ് സെയിൽ നടത്തുമ്പം സെയിൽസാണ്, ഗുഡ്സ് സ്റ്റോക്ക് ഇരിക്കുമ്പോൾ സ്റ്റോക്കാണ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പഠിപ്പിക്കുന്നതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസം ഉണ്ട്. അടുത്ത ദിവസം അടുത്ത പോർഷനുമായിട്ട് നമുക്ക് കടന്നു വരാം. എല്ലാവരും ഇത് കേൾക്കുകയും മനസ്സിലാക്കുകയും ബ്രെയിനിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയും ചെയ്യണം. റിപ്പീറ്റായി ഇത് വായിച്ചു കൊണ്ടിരിക്കണം, റിപ്പീറ്റ് ചെയ്യണം. പ്രാർത്ഥനകൾ എപ്പോഴും ചാൻറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഏതും നമ്മളെപ്പോഴും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എക്സ്പീരിയൻസ് മേക്സ് തിങ്സ് പെർഫെക്റ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റെപ്പറ്റീഷൻ ഒരിക്കലും മറക്കാതെ ഇരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.